ഹായ്. ഞാനേ 2 ദിവസം മുമ്പാണ്, ഇന്നലെയാണ് ഒരു റീൽ ഇട്ടിരുന്നു റിഗാർഡിങ് പണം സേവിങ് ഫോർ ഹൗസ് വൈഫ്സ് എന്ന് പറഞ്ഞിട്ട്, ഹൗ ടു സേവ് ദി മണി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഹൗസ് വൈഫ്സ് എന്ന് പറയുന്നത് എനിക്കും ഇഷ്ടമല്ല കേട്ടോ. ഹോം മേക്കേഴ്സ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ദേ ആർ മേക്കിംഗ് എ ഹോം അല്ലേ, ഒരു വീട്, ഒരു കുടുംബം ഉണ്ടാക്കി വരുന്നതാണല്ലോ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ കൈകളിലേക്ക് പണമേ വരുന്നില്ലെന്നാണ്. കുട്ടികളാണ്, 10-30 വയസ്സുള്ള ആവറേജ് ഉള്ള കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നു. സോ എനിക്ക് അവരെ കുട്ടികളെന്ന് പറയാം. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കയ്യിലേക്ക് പണം വരുന്നില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ ഗ്രോസറി ഷോപ്പ് ചെയ്യാനായിട്ട് ഒരു 2500 ഹസ്ബൻഡ് തരികയാണെങ്കിൽ 500 എടുത്ത് വെച്ചിട്ട് 2000-ന് ഷോപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയണം, അതിന് GPay അല്ലേ ചേച്ചി, ഇപ്പം എല്ലായിടത്തും കൊടുക്കണം, പൈസയെ കയ്യിൽ തരുന്നില്ല എന്ന്. പിന്നെ ഒരാൾ പറഞ്ഞു, കാർഡാണ് കൊടുത്തിരിക്കണതെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാർഡിൽ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് നോക്കും, എന്തിനാവശ്യമില്ലാത്തത് മേടിക്കാൻ പറ്റില്ല, വീട്ടിലൊരു ബഹളമായിരിക്കും. ഇങ്ങനെ പല തലത്തിലുള്ള, അതായത് പല ഫിനാൻഷ്യൽ തലത്തിലുള്ള ആൾക്കാരും പല രീതിയിലാണ് പ്രതികരിച്ചത്. അതായത് അവരുടെ കയ്യിലേക്ക് പണം വരുന്നേ ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, അപ്പം ജോലി ചെയ്യാൻ പോകാത്ത സ്ത്രീകളുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. ഇന്നോ ഇന്നലെയോ ആണെന്ന് തോന്നുന്നു, ഒരു ഹൈക്കോടതിയുടെ ഒരു വിധി, സുപ്രീം കോടതിയുടെ ഒരു വിധിയെ പറ്റിയിട്ട് ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഞാൻ അതിനു മുമ്പ് ആ വിധി വന്നപ്പോൾ തന്നെ ഞാനൊരു ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം പണ്ട് ഒരു ജോയ് മാത്യു എന്ന് പറയുന്ന ഒരു നടനില്ലേ, നല്ല പ്രമുഖ നടനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 50,000 രൂപ വെച്ച് അദ്ദേഹം മാസം കൊടുക്കുന്നുണ്ട് എന്ന് ഒരു വാർത്തയൊക്കെ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറയുന്നുണ്ടായിരുന്നു. അത് ഇത്രയും നല്ല കാര്യമാണ്. ഓക്കെ, 50,000 രൂപ എന്ന് പറയുന്നത് അവരെ പോലുള്ള വളരെ വെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത്രയും വെൽത്തൊന്നും ഇല്ലാത്തവരാണെങ്കിലും 50,000 രൂപ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഒരു തുക ആ ഭാര്യയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതല്ലേ ഹസ്ബൻഡ്സ്? കാരണം ഭാര്യമാർ പരിഗണിക്കണം, ഭാര്യമാരുടെ ത്യാഗം മനസ്സിലാക്കൂ. ഇപ്പോൾ ഇക്കാലത്ത് നോക്കുകയാണെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെല്ലാം തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സും മിനിമം ഗ്രാജുവേറ്റ്സ് ആയിരിക്കും. അവരുടെ സ്വപ്നങ്ങളെല്ലാം വിട്ടിട്ട് വീട് ഒതുക്കിക്കൊണ്ട് നടക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് വീട്ടുകാര്യങ്ങൾക്ക് തന്നെ നേരം വെളുത്ത് 4 മണി മുതൽ രാത്രി 11 മണി വരെ നീക്കി വെച്ചാലും തീരുന്നില്ല അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഒരു ഹൗസ് മെയ്ഡിനെ വെച്ചിട്ട് പോകുന്ന ആൾക്കാരൊന്ന് കണക്കൂട്ടി നോക്കൂ. ഒരു മാസത്തേക്ക് സ്ഥിരം ഡേ ആൻഡ് നൈറ്റ് ഹൗസ് മെയ്ഡിനെ കിട്ടണമെങ്കിൽ ഇപ്പോൾ 20,000 രൂപയെങ്കിലും കൊടുക്കണം. അത് അംഗങ്ങളുടെ വ്യത്യാസം അനുസരിച്ച്. അപ്പോൾ ആ ഒരു 20,000 രൂപയെങ്കിലും നിങ്ങൾ ഈ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്നവർ അവരോട്. മാത്രമല്ല, ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിങ്ങും അതും ഇതൊന്നും ചെയ്യരുതെന്ന് ഭാര്യമാരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടോ, പല റീൽസിലായിട്ട്. ആവശ്യമില്ലാത്ത ഓൺലൈൻ ഷോപ്പിങ്ങിനൊന്നും ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് പണം ഉണ്ടാക്കാൻ പറ്റുക? പണം ഒരു എനർജിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. പണം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ചിലവാക്കുന്നത് ചുരുക്കിയേ പറ്റുള്ളൂ. ഇന്ന് കാണുമ്പോൾ എൻ്റെ കയ്യിൽ 20,000 രൂപയുണ്ട്, എന്നാൽ പോയി കളയാം, ഒരു പട്ട് സാരി വാങ്ങിച്ചളയാം. എന്തിന്? വെറുതെ അവിടെ തൂങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടോ? ഇതിനകത്ത് വാർഡ്രോബ്സിൽ വെറുതെ ഇങ്ങനെ ഭംഗിയായിട്ട് തൂക്കി വെക്കാം. ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് വസ്ത്രങ്ങൾ ഡിഫറെൻറ്റ് കളേഴ്സിൽ വേണം. ക്ലോത്ത്സ് ഒരു അവിഭാജ്യ ഘടകമാണ് കോർപ്പറേറ്റ്സിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാങ്ങണം. അതിനവർക്ക് അവരുടെ സാലറിയിൽ നിന്ന് ഒരു തുക മാറ്റി വയ്ക്കണം. അതെല്ലാം നിൽക്കട്ടെ, അതൊന്നുമില്ലാത്ത സ്ത്രീകൾ എന്താ ചെയ്യുക? ഹസ്ബൻഡ്സിൻ്റെ വരുമാനത്തിൽ തന്നെ ഒതുങ്ങി ജീവിക്കുന്നവരുണ്ട്. അവർ ചിലരൊരു മുട്ടാള സ്വഭാവമുള്ളവരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഭാര്യയ്ക്ക് ഒരു ചെറിയ എമൗണ്ട് കൊടുത്താൽ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമല്ലേ ഇന്നത്തെ കാലത്ത്? എന്തിനാണ് അതിന് മടിക്കുന്നത്? ഇപ്പോൾ ഒരു 2,000 രൂപയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്കൊന്ന് പാർലറിൽ പോകാനോ, പാർലർ ഇപ്പോൾ വലിയ അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ചിലർക്ക് അതായിരിക്കാം സന്തോഷം അല്ലേ? അതൊക്കെ ഒന്ന് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ പോയിട്ട് ഒരു അമ്പലത്തിൽ പോവുക, ഒരു പള്ളിയിൽ പോവുക, അവിടെ പോയി ഒരു നേർച്ചയിടുക, അതിനൊക്കെ അവർക്കൊരു ചെറിയ നീക്കിയിരിപ്പ് എപ്പോഴും ഉണ്ടാവണം അല്ലേ? വേണ്ടതല്ലേ? അപ്പോൾ സുപ്രീം കോടതി ഇപ്രാവശ്യം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ വിവാഹമോചന കേസിൻ്റെ സമയത്ത് ജീവനാംശം ചോദിച്ചു എന്നാ പറയണേ. ജീവനാംശം ചോദിച്ചിട്ട് ആ ജീവനാംശം കൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറാകാതിരുന്ന ഒരു കേസാണ്. അത് വേറെ തരം ഒരു കേസാണ്. ആ കേസിനകത്ത് ഹൈക്കോടതിയിൽ അവർ അപ്പീൽ പോയിട്ട് ഇത് കൊടുത്തേ പറ്റുള്ളൂ എന്ന് ഹൈക്കോടതി, അതായത് സ്ത്രീക്ക് കൊടുത്തേ പറ്റുള്ളൂ ജീവനാംശം എന്നുള്ള രീതിയിൽ പറഞ്ഞു, ഒരു പ്രത്യേക വലിയ എമൗണ്ട്. അപ്പോൾ ഇയാൾക്ക് അത് കൊടുക്കാൻ വയ്യ എന്ന് പറഞ്ഞ് സുപ്രീം കോർട്ടിൽ പോയി.
സുപ്രീം കോടതിയിൽ പോയി. ഇപ്പോൾ സുപ്രീം കോടതി ശരിക്കും അങ്ങോട്ട് വലിച്ചു വാരി എഴുതി വിട്ടു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. സുപ്രീം കോടതി എന്തെങ്കിലും എഴുതി വിട്ട് കഴിഞ്ഞാൽ അത് ഒരു തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ ആ തീരുമാനം നമ്മൾ നടപ്പിലാക്കേണ്ടതാണെന്ന് പറയും. ഇപ്പോൾ ഇത് ആ ഒരു കേസിലുള്ള തീരുമാനമാണെങ്കിൽ കൂടി അതൊരു പ്രിസിഡൻ്റ് ആയിട്ട് വരും. സുപ്രീം കോടതി ഏറ്റവും പരമാധികാരമുള്ള കോടതിയല്ലേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്. സോ പരമോന്നത അധികാരമുള്ള ഒരു സ്ഥലത്ത് നിന്ന് പറയുമ്പോൾ കേൾക്കേണ്ടതല്ലേ. ഇല്ലെങ്കിൽ ഇനി എന്താകും എന്ന് വെച്ചാൽ താഴേക്കിടയിലുള്ള കോടതികളിൽ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും സ്ത്രീകൾ ഇതുപോലത്തെ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിന് മുകളിൽ സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഏറ്റവും താഴെയുള്ള ഫാമിലി കോടതി പോലും എഴുതും, യെസ് നിങ്ങൾ ഈ മെയിൻ്റനൻസ് കൊടുക്കേണ്ടതാണ്, ഭാര്യമാരെ പരിഗണിക്കേണ്ടതാണെന്ന് പറയും. വീട്ടിലിരിക്കുന്നു എന്ന് കരുതി അവർ വെറുതെ ഇരുന്ന് സുഖിക്കുകയാണോ? ജോലി ചെയ്യുന്നതല്ലേ. എത്ര ജോലിയുണ്ട്. ഒന്ന് ഈ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ കാണുന്നില്ലേ, അതിൽ വന്നിട്ട് ഇഫ് യു വാച്ച് ദ ലേഡീസ് ഹു ആർ വർക്കിംഗ് അറ്റ് ഹോം എത്രയാണെന്ന് നോക്കൂ പണികൾ. രാവിലെ കോഴി കൂവുമ്പോൾ, പഴയ കാലത്തെ ചൊല്ലാണെങ്കിലും അലാം അടിക്കുമ്പോൾ മുതൽ അല്ലേ അവർ തുടങ്ങും അല്ലേ, ചായ വെക്കുന്നത് മുതൽ ചായ കൊണ്ടുപോയി ഭർത്താവ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് റെഡിയായിട്ട് കൊടുക്കുന്ന ഭാര്യ. അങ്ങനെയല്ലേ എല്ലായിടത്തും കാണുന്നത്. എല്ലാ സ്ഥലത്തും നമ്മൾ അതാ കണ്ടുവരുന്നത്. ഉർവശിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ വിജയരാഘവൻ്റെ ഭാര്യയായിട്ട്. അപ്പോൾ അയാളിരുന്ന് റിട്ടയർഡ് ലൈഫാണ് അയാളിരുന്ന് ഇങ്ങനെ പേപ്പർ വായിക്കുകയാണ്. അപ്പോൾ ഉർവശീനെ അകത്തേക്ക് നോക്കിയിട്ട് ചായ എന്ന് പറയും. അപ്പോൾ കേട്ടില്ല, ചായ കിട്ടിയില്ല, പിന്നെയും അപ്പം അകത്തുനിന്ന് അവർ എടുക്കുന്നേ ഉള്ളൂ. കൊണ്ടുവരുന്നതെന്ന് പറയാണ് ഊർവശി പറയണം. അപ്പോൾ ആ വീട്ടിലത്തെ ആ ഒരു കമോഷൻ കാണണം. രാവിലെ ഇയാൾ എക്സസൈസ് ഓടിക്കഴിഞ്ഞ് വരുമ്പോഴേക്കും ചായയായിട്ട് റെഡിയായിട്ട് ഭാര്യ നിൽക്കണം എന്നുള്ള ആ ഒരു കമോഷൻ. ഇത് എല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ. എന്തിനു പറയുന്നു, നമ്മുടെ ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നില്ലേ, എൻ്റെ ദൈവമേ എന്താ അല്ലേ ആ സിനിമയിൽ കാണുന്നത്. ഡാൻസറായിട്ടുള്ളൊരു കുട്ടി അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് സുരാജ് വെഞ്ഞാറമൂടിനെ കല്യാണം കഴിച്ച് അവരുടെ വീട്ടിലേക്ക് വരികയാണ്, തറവാട്ടിലേക്ക്. അച്ഛനും അമ്മയും മകനും സ്വസ്ഥമായിട്ട് ജീവിച്ചിരുന്ന തറവാട്ടിലേക്ക് ഈ മരുമകൾ വരികയാണ്. അതിനകത്ത് അമ്മായിയമ്മ ഒരു പ്രശ്നമേ അല്ല. അമ്മായിയമ്മയെ കിടന്ന് പണിയെടുത്ത് അവർക്കത് ശീലായി. അവർ ചെരുപ്പ് വരെ ആ കാർന്നവർക്ക് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അമ്മായിയമ്മ മാറി നിൽക്കുന്ന ഒരു കഥയല്ലേ അത്, മകളെ കാണാനായിട്ട് പോകുമ്പോൾ. അപ്പോൾ ആ റോള് ഈ മരുമകൾ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്ന ഭർത്താവിൻ്റെ അച്ഛനും. ലാസ്റ്റ് ഒരു വീട്ടിൽ ടാപ്പ് ചീത്തായിട്ടേ അത് മാറ്റാതെ വെള്ളം മുഴുവനും ഒരു ബക്കറ്റിൽ പിടിച്ചു കൊണ്ടുപോയി കളയുന്ന ഒരു സീനുണ്ടല്ലോ, അത് ഇവരുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നത്. സ്വാമിയായിട്ട് മാലയായിട്ടിരുന്ന കുട്ടിയുടെ ഫ്രസ്ട്രേഷനാണ് ഇത്. ആ കുട്ടിയുടെ മാത്രം ഫ്രസ്ട്രേഷൻ അല്ല അല്ലേ, അത് വന്നിട്ട് ആ ഭാര്യയുടെ മാത്രം ഫ്രസ്ട്രേഷൻ അല്ല. ഈ കാണുന്ന പെൺകുട്ടികൾ മുഴുവൻ ഈ ഒരു ഫ്രസ്ട്രേഷനോട് കൂടിയാണ് ജീവിക്കുന്നത്. അത്രയും ധൈര്യം അവർക്കില്ല എന്ന് മാത്രം അല്ലേ. നിമിഷ സജയൻ അഭിനയിച്ച കഥാപാത്രം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇത് തന്നെ പല വീടുകളിലും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരുപാട് റീൽസ് ചെയ്യുന്നുണ്ട് ഫിനാൻസിനെ പറ്റിയും, ഹൗ ടു ലിവ് യുവർ ലൈഫ് ഇന്നെ എന്താ പറയുക ഒരു ബാലൻസ്ഡ് മാനറിലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ഞാനതിനകത്ത് എക്സ്പേർട്ടാണോ എന്ന് ചോദിച്ചാൽ ഈ ജീവിത അനുഭവം കൊണ്ട് കുറച്ചൊക്കെ ഒരു എക്സ്പെർട്ടൈസ് വന്നിട്ടുണ്ട് എനിക്ക്. സോ ദാറ്റ് ഈസ് വൈ ഐ എം ട്രൈങ് ടു ഹെൽപ്പ് യങ്സ്റ്റേഴ്സ്. അപ്പോൾ അവർ അവിടെ അതിൻ്റെ അടിയിൽ പെൺകുട്ടികളൊക്കെ വന്ന് പറയുന്ന ഓരോരോ കഥകൾ കേൾക്കണം. പ്രൈവറ്റ് മെസ്സേജസ് ആയിട്ടും എനിക്ക് ഇൻബോക്സിൽ എത്ര മെസ്സേജസാണ് വരണേന്ന് അറിയും ഒരു ദിവസം. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറേ സമയം നീക്കി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ എൻ്റെ ഒരു റിട്ടയർമെൻറ്റ് മോഡിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയും എനിക്ക് അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ എന്താ പറയുക സെക്യൂരിറ്റി വേണമെങ്കിൽ അവർ വർക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ അത് പറ്റാതിരുന്ന അല്ലെങ്കിൽ പറ്റിയിട്ടില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഭർത്താവ് എന്തായാലും ഒരു എമൗണ്ട് നീക്കി വെക്കണം. ഒരു മന്ത്ലി എമൗണ്ട് ദേ ഹാവ് ടു ഗീവ് ഇറ്റ് ടു ദ വൈഫ്. പൈസയായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ മന്ത്ലി അവരുടെ SB അക്കൗണ്ടിലേക്ക് മാറ്റുകയോ ഒന്ന് ചെയ്തു നോക്കിയേ ജീവിതം ഒരു നല്ല രീതിയിൽ പുഷ്പിച്ച് വരും. ഒരു പ്രശ്നങ്ങൾ പിന്നെ സ്ത്രീകൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുമാതിരി ഒരു 30-35 വയസ്സായിട്ടുള്ളൊരു സ്ത്രീ എന്ന് വിളിക്കണോ പെൺകുട്ടി എന്ന് വിളിക്കണോ എന്ന് അറിയാത്ത ഒരു പരുവത്തിലുള്ളവരില്ലേ, അവർക്ക് എസ്പെഷ്യലി ഈ ഒരു വിഷമം ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് തിങ്ങുകയാണ്. ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ല എന്ന് പറയുകയാണ്. അവർ ഒരുപാട്
സ്വർണ്ണമൊക്കെ ആയിട്ട് കയറി വന്നവരുണ്ടാവും. ആ സ്വർണ്ണം എല്ലാം എടുത്ത് ഒന്നില്ലെങ്കിൽ പെങ്ങന്മാരെ കെട്ടിച്ച് വിട്ട ഭർത്താക്കന്മാരുണ്ടാവും, അല്ലെങ്കിൽ വീട് പണിക്കെടുത്ത ഭർത്താക്കന്മാരുണ്ടാവും. അപ്പോൾ അവരുടെ ആ ഒരു തത്തുല്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും, അല്ലെങ്കിൽ ഒരു FD ഇവരുടെ പേരിൽ ഇട്ട് കൊടുക്കുക, രണ്ടുപേരുടെയും കൂടെ പേരിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് മന്ത്ലി വരുന്ന എമൗണ്ട്, ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന എമൗണ്ട് ഈ കുട്ടിക്ക് എടുക്കാവുന്ന രീതിയിൽ. ദൈവത്തെ ഓർത്ത് എന്നെ ആരും ആണുങ്ങൾ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇതൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കേൾക്കും എപ്പോഴെങ്കിലുമൊക്കെ. അങ്ങനെ ആകുമ്പോൾ ദേ വിൽ ഡെഫിനറ്റ്ലി, ശരിയാണല്ലോ ഈ പറയുന്നത്, നമ്മളുടെ വീടിന് വേണ്ടിയിട്ടാണല്ലോ ഇവരിങ്ങനെ ഇത്രയും ഇവരുടെ ഒരു സമയവും പിന്നെ ടാലൻറ്റും ഒക്കെ ഹോമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നും പുരുഷന്മാർക്ക്, ഇല്ലേ? ഓക്കെ, നാളെ വീണ്ടും വരാം. താങ്ക്